ഒരു ദശാബ്ദക്കാലത്തിന് ശേഷമാണ് 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തോട് നേർക്കുനേർ വിറയ്ക്കാത്തൊരു പ്രതിപക്ഷ ശബ്ദം രാജ്യത്തിന്റെ അധികാരക്കുന്നിൽ മുഴങ്ങിത്തുടങ്ങിയ 18ാം ലോക്സഭയ്ക്കാണ് തുടക്കം. ആ ലോക്സഭയിൽ 8ാം വട്ടം ഏറ്റവും മുതിർന്ന സാമാജികൻ കൊടിക്കുന്നിലിനെ വെട്ടിയ ഒരു കീഴ്വഴക്ക ലംഘനത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ തുടങ്ങിയ വിയോജിപ്പിന്റെ മുദ്രാവാക്യങ്ങളിൽ അങ്ങേയറ്റം പ്രതീക്ഷയിൽ ഒരു തപസ് കണക്കെ രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വഞ്ചിച്ച ആ പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളിൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ കഴിവേറ്റിക്കൊന്ന ഭരണകൂടത്തിന്റെ കൊടുമ്പരാജയമടക്കം പുതിയ പ്രതിപക്ഷത്തിന്റെ ആവനാഴിൽ ആവശ്യത്തിനാണ് ആയുധങ്ങൾ. അന്ന് ചോറിൽ ചോര വീണ ആ കർഷക സമരത്തെ പുച്ഛിച്ച് പുറങ്കാലിനടിച്ച മട്ടിൽ ഗോരിമാരോ സാരോങ്കോ എന്ന അഹങ്കാര ആക്രോശങ്ങളിൽ പൗരത്വ സമരത്തെ അടിച്ചൊതുക്കിയ മട്ടിൽ ഇന്ത്യ സഖ്യ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അവഗണിച്ചു കളയാൻ ആ നോട്ട്ബന്ദി പോലെ അജണ്ടകൾ അപ്പം ചുട്ടെടുക്കാൻ 56 ഇഞ്ച് മെലിഞ്ഞ് 240ലേക്ക് മെരുങ്ങിയ ദുർബല BJPക്ക് ചിന്തിക്കാവതല്ല. അത് രാജ്യത്തിന്റെ ജനാധിപത്യ കരുത്താണ്. ആ 400 പാർ എന്ന സിംഗിൾ പാർട്ടി സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് സമവായ സർക്കാർ എന്ന് ആവർത്തിച്ച് നരേന്ദ്രമോദി ഇന്ന് അധികാരമേൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിക്കുന്നുണ്ട് ഒരു ചുവന്ന പുറഞ്ചട്ട. സാക്ഷാൽ ഭീംറാവ് അംബേദ്കറിന്റെ ആത്മാവ് തുടിക്കുന്ന ജനാധിപത്യത്തിന്റെ വിശുദ്ധ പുസ്തകം ഭരണഘടന. ആ പ്രചാരണ കാലത്തൊരു യോഗത്തിൽ ആ ചുവന്ന പുറഞ്ചട്ട ഉയർത്തിയപ്പോൾ കേട്ടതാണ് പരിഹാസം. മൂക്കറ്റ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി മറുകണ്ഠം ചാടിയ പുത്തൻകൂറുകാരൻ ഹിമന്ത ബിശ്വ ശർമ്മ ചോദിക്കുന്നു, രാഹുലെ ആ ചുവന്ന പുറഞ്ചട്ട എന്താ ചൈനീസ് ഭരണഘടനയാണോ? മര്യാദ കെട്ട ആ പരിഹാസത്തിന് 400 പാർ അപ്പുറം ആ വിശുദ്ധ പുസ്തകത്തെ കൈകാര്യം ചെയ്യാൻ നോക്കിയ ദുരൂഹ നീക്കങ്ങൾക്ക് രാജ്യം മുഖമടച്ചു കൊടുത്ത മാൻഡേറ്റിന്റെ കാര്യത്തിൽ റായ്ബറേലിയുടെ സാമാജികൻ സഭയിലിരിക്കുമ്പോൾ ചേർന്നിരിക്കുന്നത് അവധേഷ് പ്രസാദാണ്. രാമക്ഷേത്ര അജണ്ട പൊളിച്ച് കയ്യിൽ കൊടുത്ത് ജയ് ശ്രീറാം എന്ന പ്രാർത്ഥനാ മന്ത്രം രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയതിനെ അപ്രസക്തമാക്കിയ അയോധ്യയുടെ ജനായത്ത നായകൻ. അയോധ്യ മാത്രമല്ല, സീതാപൂർ അടക്കം, ശ്രാവസ്തി അടക്കം, സാക്ഷാൽ വാരണാസി അടക്കം ആ വിശുദ്ധ പുസ്തകം മർമ്മത്തേൽപ്പിച്ച പ്രഹരത്തിൽ കോൺഗ്രസിന് നേർക്ക് പ്രധാനമന്ത്രി എഴുതിവിടുന്ന ഒളിയമ്പാണ് അടിയന്തരാവസ്ഥ. അതിന്റെ രാഷ്ട്രീയം എന്താണെങ്കിലും പ്രതിപക്ഷത്തെ വേട്ടയാടി സ്ഥാപനങ്ങളെ വരുതിയിലാക്കി രാജ്യഭരണം അഹങ്കാരമായാൽ അതിന്റെ മുനയൊടിക്കാൻ കെൽപ്പുണ്ട് എന്ന് പറയലാണ് അധികാരത്തോട് നേർക്കുനേർ പേടിയില്ലാത്ത ഇന്ത്യ എന്ന യാഥാർത്ഥ്യം. ആ മോദി മോദി വ്യക്തിയാഘോഷങ്ങൾ അവസാനിക്കലാണ്. ചർച്ചയാകുന്നത് ഡെമോക്രസിയുടെ വിശുദ്ധ പുസ്തകമാണ്. നക്ഷത്ര ശോഭയിൽ വീണ്ടും തെളിയട്ടെ വാക്കുകൾ ജനാധിപത്യം, മതേതരത്വം. 56 ഇഞ്ചിനപ്പുറം കരുത്താവട്ടെ പ്രിയാമ്പിൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ.